പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്രീം കോഫിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു ജ്യൂസിൻ്റെ കാലി ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ പഞ്ചസാര പൊടിച്ചതോ അല്ലെങ്കിൽ ഇതുപോലെയോ ചേർത്ത് കൊടുക്കാം. ഇത് അടപ്പ് വെച്ച് മുറുക്കെ അടച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് കുലുക്കിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് ചെറുതായി ഒന്ന് ക്രീം പരുവത്തിൽ ആയി വരും. ഒരു 8-10 മിനിറ്റ് കൂടെ ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഞാനിവിടെ ഒരു 2 കപ്പ് അളവിലാണ് പാലെടുത്തിട്ടുള്ളത്. കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കോഫി പൗഡറിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുക. പാല് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം, എന്നാലും നമ്മുടെ ആ ഒരു കോഫിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഒരു 5 മിനിറ്റ് നേരം പാല് ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫിയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കപ്പിൻ്റെ പകുതി വരെ മാത്രം ആ ഒരു ക്രീം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കോഫി ക്രീം നല്ലതുപോലെ ആയി വന്നിട്ടുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ക്രീം പൊന്തി വരും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകിൽ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം, ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രീം കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആട്ടോ ഇത് കുടിക്കാനായിട്ട്. ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടുമില്ല, എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ ബീറ്ററിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രീം കോഫിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്